മായാമയൂരം. രചന, അവതരണം ഋതു. അച്ചുവും ചിത്രയും അവനെ നോക്കി പതറലോടെ ചിരിച്ചു. അടുത്ത് നിൽക്കുന്നവളെ ഇടം കണ്ണിട്ട് നോക്കി. അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ മായ തറഞ്ഞു നിന്നുപോയി. ആരെ കാണാതിരിക്കാനാണോ അകന്നു നിന്നത്, അയാളിൽ തന്നെ ചെന്ന് അവസാനിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ തളർന്നു. കുറച്ചു ദിവസം കാണാതിരുന്നാൽ മറന്നു പോകുമെന്ന് അവൾ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു. അവനടുത്ത് വരുമ്പോഴൊക്കെ ഹൃദയമിടിപ്പ് കൂടുന്നതും ശരീരമാകെ തണുപ്പ് പടരുന്നതും അവളിൽ പരിഭ്രമമുണ്ടാക്കി. തള്ളി മാറ്റാനും ചേർത്ത് പിടിക്കാനും പറ്റാത്ത അവസ്ഥ. ആദ്യമായാണ് ഒരാളുടെ മുന്നിൽ പെട്ടുപോകുമ്പോൾ ഇങ്ങനെയൊക്കെ. സ്നേഹിക്കുന്നവരെ മാത്രമല്ല, സ്നേഹിക്കപ്പെടാനും ഭയമായിരുന്നു. എല്ലാറ്റിനും അവസാനം നഷ്ടപ്പെടലിൻ്റെ കൈപ്പറയേണ്ടി വരുമെന്ന തിരിച്ചറിവ് ജീവിതം അവൾക്ക് നൽകിയ പാഠമാണ്. ആൽബി മായയെ തന്നെ നോക്കുകയായിരുന്നു. അവൻ്റെ കണ്ണിൽ കുസൃതി നിറഞ്ഞിരുന്നു. ചുണ്ടിൽ നിന്നെ ശരിയാക്കി തരാമെടേ എന്ന രീതിയിൽ പടരുന്ന പുഞ്ചിരി. നുണക്കിഴി ചെറുതായി പുറത്തു കാണാം. പതിവ് വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കറുത്ത ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് ആൽബി ധരിച്ചത്. രോമാവൃതമായ കയ്യിലെ ഇടിവള ഒന്നുകൂടി ഇറക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. അതേ നിമിഷം തന്നെ അവനിൽ നിന്ന് മായ കണ്ണുകൾ പിൻവലിച്ചു. നിങ്ങളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അലീന, പ്രത്യേകിച്ച് മായയെക്കുറിച്ച്. ജോൺ അവളെ നോക്കി ചിരിച്ചു. അതെ, ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ ജോണിച്ച? നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, അവനോട് ചേർന്ന് അവൾ പറഞ്ഞു. എവിടെയും പോയാൽ പിന്നെ ഒരാഴ്ച കാത്തു നിൽക്കാൻ പറ്റില്ല പെണ്ണെ, അവൻ അലീന കേൾക്കാൻ പാകത്തിൽ പറഞ്ഞപ്പോൾ ആ മുഖം ആകെ നാണത്താൽ നിറഞ്ഞു. അവൻ്റെ കയ്യിൽ പിച്ചിക്കോട്ട് അവൾ അകന്നു മാറി. ഞാനേ നമ്മുടെ കല്യാണത്തിന് ഇവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചതാ. ഇപ്പോൾ തന്നെ നോക്കിയാലോ? അലീന അത് പറഞ്ഞതും അച്ചുവിൻ്റെയും ചിത്രയുടെയും മുഖം തെളിഞ്ഞു. എന്നാൽ അതല്ലേ ആദ്യം പറയേണ്ടത്? പെട്ടെന്ന് വാ. ചിത്ര അലീനയുടെ കൈപിടിച്ച് വലിച്ചു. ജോൺ അവരെ നോക്കി ചിരിച്ച് മുന്നോട്ട് നടന്നു. മായയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് പോയാൽ മതിയെന്നായി. അവന്മാരാണെങ്കിൽ ഡ്രസ്സ് എന്ന് കേട്ടത് മൂക്കും കുത്തി വീണു. വച്ചിട്ടുണ്ട് എല്ലാത്തിനും, മനസ്സിൽ പറഞ്ഞുകൊണ്ട് മായ അച്ചുവിനെ വിളിക്കാനാഞ്ഞതും ആൽബി അവളുടെ കൈ പിടിച്ച് പിറകോട്ട് വലിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? വലിയൊരു ശക്തിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ ചെന്നിടിച്ചു. ഞാൻ അറിയാതെ എങ്ങോട്ടോടി രക്ഷപ്പെടാനായിരുന്നു ഇച്ചായൻ്റെ മോളുടെ പ്ലാൻ? അവൻ അവളുടെ കാതിനോരത്തായി മുഖം ചേർത്ത് ചോദിച്ചു. അവളുടെ ഉടലാകെ ഉലഞ്ഞുപോയി. കുസൃതിയോടെയായിരുന്നു ചോദിച്ചതെങ്കിലും ഒളിഞ്ഞിരുന്ന പരിഭവം അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. അവൾ ഒന്ന് ചുറ്റും നോക്കി. എന്നെ ഒന്ന് വിടാവോ? അവൻ്റെ കൈകളിലേക്ക് നോക്കിക്കൊണ്ടവൾ ദയനീയമായി ചോദിച്ചു. അങ്ങനെ വിടാൻ മനസ്സില്ലെങ്കിലോ കൊച്ചേ? പ്ലീസ്, എൻ്റെ കൈ വേദനിക്കുന്നു. അവളുടെ കണ്ണുകൾ തുളുമ്പി വന്നതും അവൻ പെട്ടെന്ന് കൈകൾ അയച്ചു. എന്ത് പറഞ്ഞാലും നിന്നങ്ങ് മോങ്ങിക്കോളും. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇതിന് മാത്രം നിൻ്റെ കണ്ണിൽ എന്താ കടലുണ്ടോ? അവൻ അവളുടെ മുന്നിൽ കയറി നിന്ന് കണ്ണിലേക്ക് നോക്കി. ഈ നെഞ്ചിൽ ഒരു കടലിരുമ്പുന്നുണ്ട് എന്ന് പറയാൻ അവൾക്ക് തോന്നി. ഒന്നാമത് എനിക്ക് പെൺകുച്ചങ്ങൾ കരയുന്നത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് എൻ്റെ കൊച്ച്. അതുകൊണ്ട് ഇനി എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കണ്ണ് നിറച്ചലുണ്ടല്ലോ, ആളും തരവും ഒക്കെ ഈ ഇച്ചായൻ അങ്ങ് മറക്കും. പാതിയിൽ നിർത്തിയ ഒരു കൊതിയുണ്ട് എനിക്ക്. ഞാനിതങ്ങ് എടുക്കും, പറഞ്ഞേക്കാം. അവൻ അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞു. മായ പരിഭ്രമത്തോടെ തലകുനിച്ചു. അപ്പോൾ തന്നെ അവളുടെ താടി പിടിച്ചുയർത്തി. ഇതേ രണ്ടാമത്തെ കാര്യം, ആരുടെ മുന്നിൽ ഇങ്ങനെ കുത്തനെ പിടിച്ചങ്ങ് നിന്നേക്കരുത്. നീ എന്താ ഒരാളെ കൊന്നിട്ട് നിൽക്കുവാണോ? പെൺപിള്ളേരായ ഇച്ചിരി തൻ്റെയിടം വേണം. ഇച്ചാൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കേണ്ടതല്ലേ? ഇങ്ങനെയൊന്നും ആയാൽ പോരാ. അത് കേട്ടതും അവളുടെ മുഖമാകെ ചുവന്നു വന്നു. മൂക്കിൻ്റെ തുമ്പ് പോലും വിറച്ചു. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. അടുത്ത് വരുന്നതും തൊടുന്നതും ഒന്നും ഇഷ്ടമല്ല. പിന്നെന്തിനാ എന്നോടിങ്ങനെ? അവളുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. അത് കേട്ട് സന്തോഷവും അതോടൊപ്പം അമ്പരപ്പുമാണ് അവന് തോന്നിയത്. ആഹാ, അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ വായിൽ നാവൊക്കെ ഉണ്ടായിരുന്നോ? അതെന്തായാലും നന്നായി. എനിക്കേ ഒന്ന് പറയുമ്പോൾ 10 തിരിച്ചു പറയുന്നതാ ഇഷ്ടം. എന്നാലേ ഒരു ഇതുള്ളൂ. അത് കേട്ടവൾക്ക് ദേഷ്യം കൂടിയതേയുള്ളൂ. അവൻ്റെ കൈ ബലമായി തട്ടിമാറ്റി മുന്നോട്ട് നടന്നു. എതിർവശത്തുള്ള വലിയ തൂണിൻ്റെ മറവിൽ ഒരാൾ അവരുടെ ഫോട്ടോ ക്യാമറയിൽ പതിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഷോപ്പിലേക്ക് കയറുന്നതിനിടയിൽ ആൽബി ഒന്ന് നിന്നു, തിരിഞ്ഞു നോക്കി. ചുണ്ടിൽ നിന്ന് ചിരി മാഞ്ഞു. മീശ പിരിച്ചു. അവൻ്റെ മുഖം മറ്റാർക്കും പരിചയമില്ലാത്ത രീതിയിൽ ക്രൂരമായി. മറിഞ്ഞിരിക്കുന്നവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി. ചുണ്ടിൽ തികട്ടി വന്ന ഒരു പുച്ഛച്ചിരിയോടെ അവൻ മുന്നോട്ട് നടന്നു. ഗാർഡ്സ് എല്ലാവരും മുഖം കുനിച്ച് നിൽപ്പാണ്. തലയുയർത്തി നോക്കാൻ അവർക്ക് ധൈര്യമില്ല. മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണുകൾ ആരെയും ഭസ്മമാക്കാൻ എന്ന വണ്ണം എരിയുന്നുണ്ടെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. ബട്ടൺസ് എല്ലാം തുറന്നിട്ടതിനിടയിലൂടെ ഡ്രാഗൺ ചിറകടിച്ചു. നിലത്ത് ചിതറിക്കിടക്കുന്ന അസംഖ്യം ഫോട്ടോകൾ നോക്കി നിൽക്കുകയാണ് അവൻ. അതിൽ നിന്ന് പുച്ഛച്ചിരിയുമായി നിൽക്കുന്ന ആൽബിയുടെ ഫോട്ടോ അവൻ കയ്യിലെടുത്തു. പൂച്ചക്കണ്ണുകളിൽ തീ പാറി. അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അലറിച്ചിരിച്ചു. വൗ, സോ ഫൈനലി ഐ ഗോട്ട് ആൻ ഈക്വൽ ഓപ്പോണൻറ്റ്. ഇൻട്രസ്റ്റിംഗ്.
അവൻ ശക്തിയായി ശ്വാസം വലിച്ചു. നീണ്ടുകിടക്കുന്ന മുടികൾ പിറകിലോട്ട് കൈകൊണ്ട് മാടി ഒതുക്കി. അവൻ്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന് പോയിരുന്നു അലക്സ്. ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരാളെ തുല്യശക്തിയായി സാറ് കാണുന്നത്. എല്ലാവരെയും തനിക്ക് കീഴിലുള്ള പുഴുക്കളായി കണ്ട് ചവിട്ടി അരച്ചിട്ടേയുള്ളൂ. ഒരു ദയയുമില്ലാതെ. ചോദ്യവും വിസ്താരവുമില്ല. കൊന്നുകളയും. ഒരു തെളിവും അവശേഷിക്കില്ല. അതാണ് പതിവ്. സാറിനെ നേരിട്ട് കണ്ട എതിരാളികളാരും ഇന്ന് ജീവനോടെയില്ല. ഒരു മീഡിയയ്ക്ക് മുന്നിലും മുഖം കൊടുത്തിട്ടില്ല. പബ്ലിക്കിനിടയിൽ പോലും മറ്റൊരാളായിട്ടാണ് പ്രത്യക്ഷപ്പെടാറ്. ആരെയും തുല്യരായി പോയിട്ട് ശത്രുക്കളായി പോലും അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് അലക്സാണ്ടർ. അവൻ സ്വിമ്മിംഗ് പൂളിനടുത്തുള്ള കസേരയിലിരുന്നു. ദെൻ ഫോട്ടോസ് എടുത്തതാരാ? ഹൂ ടുക്ക് ദ ഫോട്ടോസ്? അവൻ തല ചിരിച്ചു ചോദിച്ചു. ഗാർഡ്സിൽ ഒരാളുടെ കാലുകൾ വിറപ്പുകൊണ്ടു. അയാൾക്ക് സ്വന്തം ഹൃദയമിടിപ്പ് വ്യക്തമായി കേൾക്കാമായിരുന്നു. വിക്രം, അലക്സ് വിളിച്ചു. ഭയത്തോടെ വിക്രം മുന്നോട്ട് വന്നു. സർ, നൈസ് ഫോട്ടോസ്. താഴേക്ക് നോക്കി തല കുലുക്കിക്കൊണ്ട് അവൻ ശാന്തമായി പറഞ്ഞു. ബട്ട് അവൻ നിന്നെ കണ്ടു അല്ലേ? മുഖം ശാന്തമായിരുന്നുവെങ്കിലും കണ്ണിലെ തീക്ഷ്ണത തന്നെ ചുട്ടരിക്കാൻ പാകത്തിലുള്ളതാണെന്ന് വിക്രത്തിന് മനസ്സിലായി. വിറച്ചുകൊണ്ടിരിക്കുന്നവൻ താൻ വരുത്തിയ തെറ്റ് തിരിച്ചറിയുകയായിരുന്നു. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായി. എനിക്കിന്നൊരു മൂഡില്ലല്ലോ വിക്രം. എന്തു ചെയ്യും? അവൻ്റെ കൈ പുറകുവശത്ത് ജീൻസിലിറുക്കിയ പിസ്റ്റളിലേക്ക് നീണ്ടു. അത് പുറത്തെടുത്ത് പതിയെ തലോടി. ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി നിഴലിച്ചു. ഒരു കാര്യം ചെയ്, നീ തന്നെ അത് ഫിനിഷ് ചെയ്. വിറച്ചുകൊണ്ടിരിക്കുന്ന വിക്രത്തിന് നേരെ പിസ്റ്റൾ നീട്ടിക്കൊണ്ട് പൂച്ചക്കണ്ണുകൾ കുറുകി. സർ, വിറയലോടെ അയാൾ വിളിച്ചുകൊണ്ട് നിലത്ത് മുട്ടുകുത്തി. ഡു ഇറ്റ് യുവർ സെൽഫ് വിക്രം, കം ഓൺ, ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. അവൻ പിസ്റ്റൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വിറക്കുന്ന കൈകളോടെ വിക്രം അത് വാങ്ങി. കണ്ണുകൾ ഇറുക്കി പിസ്റ്റൾ തൻ്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവൻ കണ്ണുകൾ വലിച്ചു തുറന്ന് തലയുയർത്തി നോക്കി പറഞ്ഞു. സോറി സർ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബുള്ളറ്റ് തലച്ചോറ് തുളച്ച് പുറത്തേക്ക് പോയി. അവൻ്റെ ചോര മുന്നിൽ നിൽക്കുന്നവൻ്റെ പൂച്ചക്കണ്ണുകളിലേക്ക് തെറിച്ചു. കണ്ണിലൂടെ താഴേക്കിറങ്ങിയ ഇളം ചൂടുള്ള ചുടുരക്തം അവൻ നാണുകൊണ്ട് നുണഞ്ഞെടുത്തു. ബ്ലഡി സ്വീറ്റ്. അലക്സ്, ക്ലിയർ ദ ഫ്ലോർ. ലഹരിയോടെ തല കുടഞ്ഞുകൊണ്ട് പൂളിലേക്ക് അവൻ എടുത്തു ചാടി. മായെ, കല്യാണത്തിന് നമുക്ക് സാരി എടുക്കാം അല്ലേ? വലിച്ചു വാരിയിട്ട ഡ്രസ്സുകൾക്കിടയിൽ നിന്ന് അച്ചു വിളിച്ച് ചോദിച്ചു. തുളഞ്ഞു കയറുന്ന ഒരു നോട്ടമായിരുന്നു അതിന് മറുപടി. അവളോടിപ്പോൾ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് എൻ്റെയും നിൻ്റെയും ആരോഗ്യത്തിന് നല്ലത്. ചിത്ര അച്ചുവിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു. മായയ്ക്കുള്ള സാരി തിരയുന്നതിലായിരുന്നു അലീനയുടെ ശ്രദ്ധ മുഴുവൻ. വൈറ്റും റെഡും സ്റ്റോണുകൾ വെച്ച ബ്ലാക്ക് ബനാറസി സാരി ആൽബി അലീനയുടെ കയ്യിലായി വെച്ചു കൊടുത്തു. അവൾ സംശയത്തോടെ നോക്കി. അവൻ മീശ പിരിച്ച് കണ്ണിറുക്കി കാണിച്ചു. മായ, ഇങ്ങ് വന്നേ. അലീന അവളെ വിളിച്ചു. അവരിൽ നിന്ന് കുറച്ചു മാറി പരവേശത്തോടെ കൈവിരലുകൾ ഷാളിൽ കുരുത്ത് വലിക്കുകയായിരുന്നു അവൾ. ഇങ്ങോട്ട് വാടി. ഇതേ സൂപ്പർ സാരിയല്ലേ, നിനക്ക് നന്നായി ചേരും. കണ്ണാടിക്ക് മുന്നിൽ പിടിച്ചു നിർത്തി അവളുടെ ഷോൾഡറിൽ താടിത്തുമ്പ് വിടർത്തിയിട്ടു. എനിക്കിതൊന്നും വേണ്ടടി. വേണ്ടാന്നോ? അത് നീയാണോ പറയാൻ? എൻ്റെ മിന്നുകെട്ടിന് നീ ഈ സാരി ഉടുത്താൽ മതി, മനസ്സിലായോ? അവൾ മായയുടെ താടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദയനീയമായ അവളുടെ നോട്ടത്തെ അലീന പാടെ അവഗണിച്ചു. മണിക്കൂറുകൾ നീണ്ട വടംവലിക്കൊടുവിലാണ് അച്ചുവും ചിത്രയും സാരി എടുത്തത്. ജോണും ആൽബിയും അടുത്തുള്ള സോഫയിലിരിക്കുന്നുണ്ട്. എന്താടാ ഇതൊക്കെ? 3 ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഇവരുടെ കളി കാണുമ്പോൾ യുദ്ധത്തിന് പോകുകയെന്ന് തോന്നുമല്ലോ. ജോൺ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നിരാശപ്പെട്ടു. സാരമില്ലടാ, ശീലാകുമ്പോൾ ഇതൊക്കെ ശരിയായിക്കൊള്ളും. തോളിൽ തട്ടിക്കൊണ്ട് ആൽബി സമാധാനിപ്പിച്ചു. കുറച്ചു മാറി മറ്റൊരു സോഫയിലിരിക്കുന്ന മായയിൽ തന്നെയായിരുന്നു അവൻ്റെ നോട്ടം. അതെ, പോകാം. അലീന ബിൽ പേ ചെയ്ത് കവറുകളുമായി വന്നു. ലേറ്റ് ആയതിനാൽ ഫുഡ് കഴിച്ച് തിരിച്ചു പോകാമെന്ന് അവർ തീരുമാനിച്ചു. ഫുഡ് കഴിക്കുമ്പോഴും തിരിച്ച് പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോഴും മായ ഒന്നും സംസാരിച്ചില്ല. ചിത്രയും അച്ചുവും അവളെ കൂടുതൽ ശല്യപ്പെടുത്താനും പോയില്ല. ഞാനൊരു പഴഞ്ചൊല്ല് പറയട്ടെ, അച്ചു ചിത്രയുടെ ചെവിയിലായി പറഞ്ഞു. എന്താ? പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തവും കുളത്തിപ്പട. അങ്ങനെ വെച്ചാൽ കുന്തം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കുന്തം പോയാൽ കുടത്തിലും തപ്പണം. ഇവളോടാണല്ലോ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നോർത്ത് അച്ചു തലയ്ക്ക് കൈവച്ചു. നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഇനി നീ മന്ദബുദ്ധിയാണോ അതോ മന്ദബുദ്ധിയായി അഭിനയിക്കുന്നതാണോ? ഞാൻ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നതാ. അവൾ ആക്കി ചിരിച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി മുന്നോട്ടോടി. മായ കാറിൻ്റെ പിറകിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അലീന ഡ്രൈവിംഗ് സീറ്റിലും. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ജോണിനെ മായ ശ്രദ്ധിച്ചത്. അമ്പരന്ന് അവനെ നോക്കുമ്പോൾ തൻ്റെ മറുവശത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്ന ആൽബിയെ കണ്ട് വിറയലോടെ അവൾ ഉമിനീരിറക്കി.